കഴിഞ്ഞ കുറെ ദിവസങ്ങളായി, പ്രത്യേകിച്ച് തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നതിന് പിന്നാലെ ഒരുപാട് പ്രേക്ഷകർ ആവശ്യപ്പെട്ടൊരു കാര്യമുണ്ട്. കേരളത്തിൽ ഈ ക്രിസ്തീയ വിശ്വാസികളുടെ ഭാഗത്തു നിന്ന് BJPക്ക് എന്തെങ്കിലും നേട്ടമുണ്ടായോ, വോട്ടുകൾ കിട്ടിയോ എന്നുള്ളത്. സാധാരണ അതിനെന്ത് പ്രസക്തിയുണ്ട് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ വേളയിൽ എന്നുള്ളത് അറിയില്ല. എങ്കിൽ പോലും ഒരുപക്ഷെ BJPയോടുള്ള സ്നേഹം കൊണ്ടാകാം, അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസികളോടുള്ള സ്നേഹം കൊണ്ടാകാം. ഇതൊന്നും അല്ലെങ്കിൽ നിഷ്പക്ഷമായിട്ട് തന്നെ തെരഞ്ഞെടുപ്പിനെ അവലോകനം ചെയ്യുന്നവരായിരിക്കും. ഏതായാലും വളരെ കൂടുതൽ പേർ അത് ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ഏതായാലും അത്തരം ഒരു ഭാഗത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഇത്തവണ ക്രിസ്തീയ വോട്ടുകൾക്ക് എന്ത് സംഭവിച്ചു എന്നറിയാൻ കേരളത്തിൽ എല്ലാവർക്കും ഒരുപക്ഷെ ആകാംക്ഷ ഉണ്ടാകുമെന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത്. ഏതായാലും ഇത്തരത്തിലുള്ള വാർത്തകൾ ഇതിനു മുമ്പ് ഞങ്ങൾ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് ഇത്തവണ അതിനു വേണ്ടിയിട്ട് അല്പസമയം മെനക്കെട്ട് തന്നെയാണ് ഇത്തരം ഒന്നിലേക്ക് കടക്കുന്നത്. ഏതായാലും കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കേരളത്തിൽ ഒരു ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പ്രോഗ്രാമുമായിട്ട് മുൻപോട്ട് പോവുകയായിരുന്നു BJP. നമുക്കെല്ലാവർക്കും അറിയാം, അവർ പലയിടത്തായിട്ട് അതിനുള്ള സെമിനാറുകൾ, സമ്മേളനങ്ങൾ സംഘടിപ്പിച്ച് ന്യൂനപക്ഷങ്ങളെ ഒരുപാട് പേരെ പാർട്ടിയുടെ വിവിധ തലപ്പത്ത് അവർ എത്തിക്കുകയുണ്ടായി. അതുകൂടാതെ തന്നെ വലിയ രീതിയിൽ ഇത്തവണത്തെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ ഏതാണ്ട് 2000-അടുത്ത സ്ഥാനാർത്ഥികളെയാണ് ഈ വിഭാഗത്തിൽ നിന്ന് തന്നെ സ്ഥാനാർത്ഥികളാക്കിയത്. പ്രത്യേകിച്ച് അവരുടെ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ തിരുവനന്തപുരം കോർപ്പറേഷനിലടക്കം, തൃശ്ശൂർ കോർപ്പറേഷനിലടക്കം അവർ വലിയ രീതിയിലൊരു പ്രാധാന്യം നൽകിയിരുന്നു. എന്നിട്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ളൊരു വലിയ ചോദ്യം കേരളത്തിലൊക്കെ ഉയരുന്നുണ്ട്. പക്ഷേ അതിനൊരു വ്യക്തമായ ഉത്തരം, ഒരു ഏകദേശ ഉത്തരം ഇപ്പോൾ ആയിരിക്കുന്നു. ഏകദേശം എന്നുള്ള അല്ല, കൃത്യമായി തന്നെ ഒരു ഉത്തരമാണ്. എന്താണ് ഇത്തവണ ആ വോട്ടുകൾക്ക് അല്ലെങ്കിൽ ആ വോട്ട് ബാങ്കിന് സംഭവിച്ചത്? നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും ശക്തമായ 2 വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് മുസ്ലിം വോട്ട് ബാങ്കാണ്, മറ്റൊന്ന് ക്രിസ്ത്യൻ വോട്ട് ബാങ്കാണ്. അത് കണ്ണടച്ച് ഏത് കൊച്ചുകുട്ടിക്കും ഏത് സമയത്തും പറയാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെയായി ഈ BJP വല്ലാതെ ഈ ക്രിസ്ത്യൻ വോട്ടിന് വേണ്ടിയിട്ടൊരു ശ്രമം നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഛത്തീസ്ഗഡ് സർക്കാർ എടുത്ത ഒരു കേസിന് വേണ്ടി ഇവിടെ നിന്നൊക്കെ പോയി ദിവസങ്ങളോളം അവിടെ കിടന്ന് ഒടുവിൽ അതിൻ്റെ ആളുകൾക്ക് ജാമ്യം കിട്ടുന്ന തരത്തിലേക്കുള്ള ഒരു അക്ഷീണമായ ഒരു ഭഗീരഥ പ്രയത്നം തന്നെ കേരളത്തിലെ BJP നേതാക്കൾ നടത്തുകയുണ്ടായി. അതുപോലെ തന്നെ കേക്കുമായിട്ടും കേക്കല്ലാതെയും ഒക്കെ വീടുകൾ കയറി ഇറങ്ങുക, അരമനകൾ കയറി ഇറങ്ങുക, ഇതൊക്കെ ചെയ്യും. സ്വാഭാവികമാണ്, രാഷ്ട്രീയ പാർട്ടികളാണ്, അവരങ്ങനെ ചെയ്യുന്നതിൽ തെറ്റൊന്നും പറയാൻ കഴിയില്ല. ഇടത് വലത് മുന്നണികളും ഇത് ചെയ്യാറുള്ളതാണ്. പക്ഷെ അതിൻ്റെയൊക്കെ നേട്ടം എത്രത്തോളം വന്നു നമുക്കറിയാം. ഈ അടുത്ത കാലത്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് കേരളത്തിലുള്ള ക്രിസ്തീയ സഭാ നേതൃത്വം ചർച്ച നടത്തുകയും മറ്റുമൊക്കെ ചെയ്തത് വലിയ വാർത്ത തന്നെയായിരുന്നു. അദ്ദേഹം കൊച്ചിയിൽ വന്നപ്പോഴും അത്തരത്തിലുള്ള ചില സഭാ മേലധ്യക്ഷന്മാരെ കാണുകയും ഒക്കെ ചെയ്തു. ഇതിൻ്റെ എന്താണ് ആത്യന്തികമായ റിസൾട്ട് എന്ന് മാത്രമാണ് ജനത്തിന് അറിയേണ്ടത്. അല്ലാതെ ഇപ്പോൾ അവരുടെ വോട്ട് വന്നതുകൊണ്ട് കേന്ദ്രം ഭരിക്കുന്ന BJPക്ക് സംബന്ധിച്ചൊന്നും സംഭവിക്കാനില്ല. വന്നാലും വന്നില്ലെങ്കിലും ആ പാർട്ടി തന്നെയാണ് 11 വർഷമായി ഇന്ത്യ ഭരിക്കുന്നത്. അത് കേരളത്തിൽ നിന്നുള്ള സപ്പോർട്ട് കൊണ്ടല്ല. ആദ്യമായി ഇവിടുന്ന് ഒരു MP മാത്രമാണ് ഈ വർഷം 2024 ജയിച്ചത്. പിന്നീട് ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള വടക്കിഴക്കൻ സംസ്ഥാനങ്ങളും ഗോവയും ഒക്കെ അവർ ഭരിക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് പതിറ്റാണ്ടുകളായിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഏതായാലും നമുക്ക് കേരളത്തിലേക്ക് വരാം. അപ്പോൾ ഈ നമ്മൾ പ്രധാനമായി നോക്കുമ്പോൾ ഫലം ചെയ്തിട്ടില്ല എന്ന് തന്നെ നമുക്ക് കാണേണ്ടി വരും. പക്ഷേ അതിനകത്ത് എടുത്തു പറയേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, തൃശ്ശൂർ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അവിടെ ഈ നമുക്ക് അറിയാൻ കഴിഞ്ഞത് അവിടുത്തെ പള്ളിക്കാരുടെയും അല്ലെങ്കിൽ പള്ളിയുടെ അടുത്ത് നിൽക്കുന്ന വ്യക്തികളുടെയും ഒക്കെ നിർദ്ദേശത്താൽ അവർ ചില ഡിവിഷനിൽ സ്ഥാനാർത്ഥി നിർത്തിയിരുന്നു. ആ സ്ഥാനാർത്ഥികൾ പ്രത്യേകിച്ച് ക്രിസ്തീയ ഭൂരിപക്ഷമുള്ള, അതായത് നിർണായക ശക്തിയല്ല പറഞ്ഞത്, ഒരു അത്യാവശ്യം നല്ല ജയിപ്പിക്കാൻ തക്ക കരുത്തുള്ള ഇടങ്ങളിലെല്ലാം 8 നിലയിൽ പൊട്ടി എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വാർത്ത. അതിലൊന്ന് കൃഷ്ണപുരം, മിഷൻ ക്വാർട്ടേഴ്സ്, ചേലക്കോട്ടുകര, ഗാന്ധിനഗർ, നെട്ടിശ്ശേരി തുടങ്ങിയ ഇടങ്ങളിലൊക്കെയാണ് ഈ ഒരു വലിയ പരാജയം ഉണ്ടായിരിക്കുന്നത്. പിന്നെ ആകെ ഒരു നേട്ടമുണ്ടായത് PC ജോർജിന്റെ സ്വാധീനത്തിൽപ്പെടുന്ന 2-3 പഞ്ചായത്തുകളിലാണ്. അവിടെ നിന്ന് ഒറ്റയ്ക്ക് ഭരണത്തിൽ വരാൻ കഴിഞ്ഞാൽ ഒരു പഞ്ചായത്തിൽ ഒന്നാമത്തെ കക്ഷിയെ, ഒരു പഞ്ചായത്തിൽ പ്രതിപക്ഷമായി, ഒരു പഞ്ചായത്തിൽ കുറച്ച് സീറ്റുകൾ വർദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അതിന്റെ കണക്കുകൾ വരുന്നത്. ഏതായാലും അവിടെ പേരിന് വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ അവിടെ ഒരു അത്യാവശ്യം ഒരു മേൽക്കൈ ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതൊരു പക്ഷേ PC ജോർജും മകൻ ഷോൺ ജോർജും കഴിഞ്ഞ കുറേ നാളുകളായി നടത്തിയ പ്രവർത്തനത്തിന്റെ ഫലമായിരിക്കാം. ഇതിനോടൊപ്പം തൃശ്ശൂർ BJPയുടെ നേതാക്കൾ ഒത്തൊരുമയോട് പ്രവർത്തിച്ചില്ല എന്നൊക്കെയുള്ള ആരോപണങ്ങളുമുണ്ട്. അത് അവരുടെ പാർട്ടിയുടെ വിഷയമാണ്. ഇത് കൂടാതെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ ഈ പത്മിനി തോമസ് ഉൾപ്പെടെ 3 ക്രിസ്ത്യൻ വിശ്വാസികളെ സ്ഥാനാർത്ഥികളാക്കിയിരുന്നു BJP. ആ 3 പേരും പൊട്ടി തകർന്നു പോയിട്ടുണ്ട്. നാലാഞ്ചിറ, പാളയം, വെട്ടുകാട്, പൗണ്ട് കടവ് തുടങ്ങിയ ക്രിസ്ത്യൻ വലിയ ഭൂരിപക്ഷമുള്ള മേഖലയിലൊന്നും BJPക്ക് വോട്ട് കൂടിയതുപോലുമില്ല, കുറഞ്ഞു എന്നുള്ളതാണ്. ജയിക്കുന്നത് പോട്ടെ, അവിടെ വോട്ട് കുറയുന്ന ഒരു സാഹചര്യമാണ്. ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ക്രിസ്തീയ വിഭാഗത്തിൽ നിന്നുള്ളവർ പറയുന്നു, ഈ ഛത്തീസ്ഗഡിൽ ഉണ്ടായ ആ കന്യാസ്ത്രീകളുടെ ആ വിഷയം അത് ഞങ്ങളുടെ മനസ്സിൽ ഒരു പ്രതികാരമായി വളർന്നതാണ് ഇതിൽ പ്രതിഫലിച്ചത് എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ അവിടെ പോയി ഉള്ള വോട്ടുകൂടെ കടന്നു കുടിച്ച BJP നേതാക്കളായിരിക്കും ഇതിൽ തെറ്റുകാർ. കാരണം അത് ഇറക്കാനൊക്കെ വേണ്ടി പോയത്. ഏതായാലും അതൊന്ന് പറയുന്നു. മറ്റൊരു വിഭാഗം പറയുന്നത്
ഞങ്ങൾ ഒരു ശക്തരാണെന്ന് തെളിയിക്കേണ്ട കടമയുണ്ട്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന് മനസ്സിലാകണം ഞങ്ങൾ സ്ട്രോങ് ആണെന്ന്, ബി ജെ പിക്ക് മനസ്സിലാകണം ഞങ്ങൾ സ്ട്രോങ് ആണ്, അതുകൊണ്ടാണ് ഞങ്ങൾ UDF വോട്ട് ചെയ്തത് എന്ന് പറയുന്നത്. BJP സംബന്ധിച്ച് ഇപ്പോൾ ഈ പറഞ്ഞ ഒരു പ്രസ്താവനയ്ക്ക് വലിയ പ്രസക്തിയില്ല. കാരണം നാളിതുവരെ ആ വിഭാഗത്തിൽ നിന്നുള്ള വോട്ട് BJPക്ക് കിട്ടിയിട്ടില്ല. കേരളത്തിൽ BJP വലിയ നേട്ടങ്ങളിലേക്ക് പോയിട്ടുമില്ല. ആകെ അവർക്ക് എടുത്തു പറയാനുള്ളൊരു നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുരേഷ് ഗോപിയുടെ വിജയവും ഒപ്പം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇപ്പം നേടിയ വിജയവുമാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവർ നേടിയ വിജയമെല്ലാം ഹിന്ദു ഭൂരിപക്ഷ മേഖലയിലാണ്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, 2 ജനറൽ സീറ്റ് തിരുവനന്തപുരത്ത് SC/ST സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ച ഒരേ ഒരു പാർട്ടി BJP ആണ്. ആ 2 പേരും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്തു. അപ്പം അത്തരത്തിൽ ഒരു നീക്കം നടത്തിയിട്ട് പോലും ഹൈന്ദവ സമൂഹത്തിന്റെ ഭാഗം ഒന്നിച്ചു കൊണ്ടുപോകാൻ അവർക്ക് കഴിഞ്ഞിരിക്കുന്നു. അതായത് ഹിന്ദു വോട്ടുകളെ കൺസോൾട്ടേറ്റ് ചെയ്യാൻ തിരുവനന്തപുരം, കൊല്ലവും അടക്കമുള്ള സ്ഥലങ്ങളിൽ അവർക്ക് കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ നേട്ടം അവർ കൊയ്യുകയും ചെയ്തു. ഇതിനർത്ഥം ക്രിസ്ത്യൻ വിഭാഗം മുഴുവൻ BJPക്ക് എതിരാണെന്നല്ല, ഒരു ചെറിയ വിഭാഗം വന്നിട്ടുണ്ട്. അത് കാലാനുസൃതമായി എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലേക്കും ആളെത്തുന്നത് പോലത്തെ ആ രീതിയിൽ തന്നെയാണ് ഇവിടെ എത്തിയത്. ഗോവയിലും മണിപ്പൂരിലും മിസോറാമിലും നാഗാലാൻഡിലുമൊക്കെ BJP ഈ വിജയം നേടുന്നതിന് കാരണം ഇത്തരത്തിൽ ഉള്ള ഒരു പ്രീണന രാഷ്ട്രീയം കൊണ്ടാണോ എന്നുള്ള കാര്യം സംശയമുണ്ട്. അത്തരത്തിലുള്ള പ്രീണന കഥകളും വാർത്തകളും ഒന്നും നമ്മൾ അവിടെ നിന്ന് കേട്ടിട്ടില്ല. എന്നാൽ കോൺഗ്രസ് ആകട്ടെ ഗോവയിൽ തെരഞ്ഞെടുപ്പിന് പത്രിക നൽകാൻ പോകുമ്പോൾ പള്ളികളിൽ പോവുകയും അവിടെ വെച്ച് ദൃഢപ്രതിജ്ഞ എടുക്കുകയും ഒക്കെ ചെയ്ത കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. പക്ഷെ അത്തരത്തിലൊന്നും BJPക്കാർ അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെ തന്നെ വളരെ കുറച്ചാണ് അവർ നിർത്താറുള്ളത്. അത്തരം മേഖലയിൽ അവർ ജയിച്ച് കയറാറുമുണ്ട്. അതായത് ക്രിസ്തീയ ഭൂരിപക്ഷ മേഖലയിൽ ഹിന്ദു സ്ഥാനാർത്ഥികളെ നിർത്തിയാണ് അവർ പലയിടത്തും ജയിക്കുന്നതും. അതായത് വികസനത്തിനും അവർ മുൻപോട്ട് വെക്കുന്ന ആശയങ്ങൾക്കും പിന്തുണ അർപ്പിച്ചുകൊണ്ടാണ് അവിടങ്ങളിലൊക്കെ ഈ വിഭാഗം BJPയുടെ അടുത്ത് നിൽക്കുന്നത്. കേരളത്തിലെ ഒരു പ്രത്യേകതരം വിഭാഗങ്ങളാണ് ഈ എല്ലാ വിഭാഗങ്ങൾ എന്ന് പറയുന്നത്. കാരണം ഇവിടെ ഇപ്പോഴും ആ ജാതി മത കെട്ടുകൾക്ക് അപ്പുറത്തേക്ക് ആരും സഞ്ചരിച്ച് തുടങ്ങിയിട്ടില്ല. അവർക്കിപ്പോഴും ഈ ഭ്രൂണം, ശൂലം, ഗർഭിണിയിൽ ഒതുങ്ങി നിൽക്കുകയാണ് നമ്മുടെ കേരള രാഷ്ട്രീയം. ഇപ്പോഴും ദേശീയ തലത്തിൽ അതൊക്കെ പണ്ടേ മാറി. അവിടെയൊക്കെ വലിയ വലിയ വികസനങ്ങളും കാര്യങ്ങളും മറ്റുമാണ് ചർച്ച ചെയ്യുന്നത്. ഒരുപക്ഷെ കേരളത്തിലും അത്തരത്തിലുള്ള ചർച്ചകൾ ഭാവിയിൽ വരുമായിരിക്കാം. ഏതായാലും ഒരുപാട് പ്രേക്ഷകർ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വാർത്ത ചെയ്യേണ്ടി വന്നത്. അതിൻ്റെ ഒരു കണക്ക് ഇങ്ങനെയാണ്. അതായത് കേരളത്തിലെ തെക്കൻ മേഖലയിൽ ഒരു സ്വാധീനവും ഉണ്ടാക്കിയില്ല. ഈ ക്രിസ്ത്യൻ സഭകൾക്ക് ഏറ്റവും കൂടുതൽ മുൻതൂക്കമുള്ള മധ്യ കേരളത്തിൽ പോലും അവരുടെ സ്വന്തം ആളായ മാണി കോൺഗ്രസിനെ പോലും പിന്തള്ളിക്കൊണ്ട് അവർ UDFിലേക്ക് വല്ലാത്ത ഒരു വർദ്ധിത വീരത്തോട് അടുക്കുകയായിരുന്നു. തകർന്നടിഞ്ഞ് ഈ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും തകർന്നടിഞ്ഞു പോയ കോൺഗ്രസിന് പുതുജീവൻ നൽകിയത് മധ്യ കേരളത്തിൽ ഒരു വലിയ ഉയർത്തെഴുന്നേൽപ്പ് നൽകിയത് ക്രിസ്തീയ സഭകളുടെ വോട്ടുകൾ കൊണ്ട് തന്നെയാണ്. വടക്കൻ കേരളത്തിലും ഇതിന് സമാനമായ സാഹചര്യം തന്നെയാണ് ഉണ്ടായത്. ഒരുപക്ഷെ ടോട്ടലി ഈ ക്രിസ്തീയ വിശ്വാസികളുടെ പിന്തുണയിലോ ഇല്ലെ വോട്ടുകൾ മൂലമോ ഒരു 10 20 താഴെ വാർഡുകൾ പലയിടത്തും ജയിച്ചിട്ടുണ്ടാകാം, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ആ ഒരു 20 വാർഡ് ഒരു വലിയ മെച്ചമൊന്നുമല്ല. കാരണം BJP ജയിച്ചിരുന്ന 600 വാർഡുകൾ കളഞ്ഞു കുളിച്ചൊരു പാർട്ടി കൂടിയാണ്. കാരണം ജയിക്കാവുന്ന വാർഡുകൾ, അതിലൊന്നും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. എൻ്റെ ഒരു വാർഡുണ്ട്, അവിടെ BJP സിറ്റിംഗ് മെമ്പറായിരുന്നു. ആ വാർഡ് 2ആയി വിഭജിച്ചപ്പോൾ ആ സിറ്റിംഗ് മെമ്പർ ചെയ്ത കാര്യം കൊണ്ട് രണ്ടാമതുണ്ടായ വാർഡിലും BJP ജയിച്ചു. ആ മെമ്പർ ഇതൊരു വനിതാ വാർഡായി, എൻ്റെ വാർഡ് വനിതാ വാർഡ് ആയതുകൊണ്ട് എൻ്റെ വാർഡിൽ മുമ്പുണ്ടായിരുന്ന BJP മെമ്പർ അടുത്ത വാർഡിൽ പോയി മത്സരിച്ച് അവിടെയും അദ്ദേഹം ജയിച്ചു. അപ്പോൾ കഴിവുള്ളവർ നിന്നാൽ ജയിക്കും. പകരം ഇത്തവണ അവിടെ BJP ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ട് നിർത്തി 8 നില പൊട്ടുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. സ്ഥാനാർത്ഥിയെ നിർത്തിയപ്പോൾ തന്നെ ആദ്യം അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞ വ്യക്തി ഞാനാണ്. ഇത് എപ്പോൾ പൊട്ടിയെന്ന് ചോദിച്ചാൽ മതിയെന്ന്. പക്ഷേ രാവിലെ വോട്ട് എണ്ണിയപ്പോൾ തന്നെ, എണ്ണുന്നതിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥിയുടെ അടുത്ത ബന്ധു രഹസ്യമായി വന്ന് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്ന്. പൊട്ടുന്ന വോട്ടിന്റെ എണ്ണം കൂടി ഞാൻ പ്രവചിച്ചു എന്നുകൂടി ഞാൻ പറയുന്നു. എന്തായാലും അത് കൃത്യമായി. അത് എൻ്റെ വാർഡിന്റെ കാര്യം. അപ്പം അവരുടെ കയ്യിലിരുന്ന വാർഡുകൾ അവർ 600 എണ്ണം കളഞ്ഞു വിളിച്ചിരുന്നു. അപ്പൊ പിന്നെ അവർക്ക് ഈ അഡീഷണലായി കിട്ടിയത് എന്ന് പറയാൻ ഉണ്ടായിരുന്ന നേട്ടം കുറച്ച് മങ്ങലേൽപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പൊ ഇത് നമുക്ക് 10 20 അല്ലെങ്കിൽ 30 ഏറിപ്പോയാൽ 30 വാർഡുകൾ താഴെ മാത്രമാണ് ഇത്തരം ആളുകളുടെ കുറച്ചെങ്കിലും പിന്തുണ. അതുകൊണ്ട് എൻ്റെ ഒരു വ്യക്തിപരമായ നിഗമനത്തിൽ പ്രീണനത്തിന് പോകാതിരുന്നാൽ ഈ വോട്ടുകൾ സ്വാഭാവികമായി വരും. അത് കാലത്തിൻ്റെ കാവ്യനീതിയാണ്, കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. ഈ രാജ്യത്ത് എല്ലായിടത്തും അങ്ങനെയാണ്. ഇപ്പോൾ ഈ ക്രിസ്ത്യൻ വോട്ട് ലഭിച്ചില്ല എന്ന് പറഞ്ഞ് വിലപിക്കുന്നവർ ഒരു കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും ഹിന്ദു വോട്ടുകൾ പൂർണ്ണമായി BJPക്ക് ലഭിച്ചിരുന്നില്ല, ഇപ്പോഴും ലഭിക്കാറില്ല. ജാതിയുടെ പേരിലായിരുന്നു അത്. ഈ മതത്തിനേക്കാൾ കുറച്ചുകൂടി ശക്തിയാണ് ജാതി. പിന്നോക്കം, മുന്നോക്കം, അവർണൻ, ഇവർണൻ, ദളിതൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വോട്ട് ചിതറിക്കിടക്കുകയായിരുന്നു. അവിടങ്ങളിലെ വോട്ട് അവർക്ക് സാംശീകരിക്കാൻ പറ്റി, കൺസോളിഡേറ്റ് ചെയ്യിക്കാൻ പറ്റി. അതിൻ്റെ മെച്ചമാണ് BJP നോർത്ത് ഇന്ത്യയിൽ അടക്കം വലിയ ഒരു ബൂമിങ്ങിലേക്ക് അവർ പോകുന്നത്. അത് സാധ്യമാകുമെങ്കിൽ ഇതും സാധ്യമാകും. അപ്പോൾ സ്വാഭാവികമായി തന്നെ ഇത് പതുക്കെ എത്തുമായിരിക്കാം. എത്തിയില്ലെങ്കിലും വിഷമിക്കേണ്ട, കാത്തിരിക്കാൻ തയ്യാറുള്ളൊരു പാർട്ടിയാണ് BJP.
അവർക്ക് ഒന്നിനും ധൃതിയില്ല. ആ ധൃതിയില്ലാത്തത് കൊണ്ട് തന്നെ കാത്തിരിക്കുക, ഒരു ദിവസം കടന്നു വരിക തന്നെ ചെയ്യും. ഇത് തന്നെയാണ് ന്യൂസിൻ്റെ പോയിന്റ്. നന്ദി, നമസ്കാരം.